നമസ്കാരം. ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ വെമ്പായം സ്വദേശി അജിത് കുമാർ മരിച്ച സംഭവം കൊലപാതകമാണെന്ന സംശയം ബലപ്പെടുന്നു. വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഒക്ടോബർ 19 നടന്ന മരണം ആത്മഹത്യയാണെന്നായിരുന്നു ആദ്യ നിഗമനമെങ്കിലും 60 ദിവസത്തിനു ശേഷം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ കഠിനമായ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമായതോടെയാണ് കേസ് വഴിത്തിരിവിലെത്തിയത്. സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഭാര്യ ബീനയ്ക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയാൽ അവർക്കെതിരെ രംഗത്തിറങ്ങുമെന്ന് മർദ്ദനമേറ്റ ചിത്രങ്ങൾ സഹിതം അജിത് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഭാര്യ ബീന എൻ്റെ പേര് കൂടി ചേർത്ത് 2 തവണ മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. ഇനി ബീന അജിത്ത് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല. ഇവർക്ക് കോൺഗ്രസ് കമ്മിറ്റി സീറ്റ് നൽകിയാൽ ഞാൻ തന്നെ അവൾക്കെതിരെ രംഗത്ത് വരും, ജാഗ്രത എന്നായിരുന്നു കുറിപ്പ്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അജിത്ത് മരിച്ച് 5-ാം നാൾ വീടിനുള്ളിലെ 2 മുറികൾ ധൃതി പിടിച്ച് പെയിന്റ് അടിച്ച് പുതുക്കിയത് തെളിവ് നശിപ്പിക്കാനാണെന്ന് ആരോപണമുണ്ട്. മരണവീട്ടിൽ അസാധാരണമാണ് പെയിന്റ് അടി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. കൂടാതെ അജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മരണശേഷം ആരോ നീക്കം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. അമിത അളവിൽ ഗുളിക കഴിച്ച് അച്ഛൻ ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു മകൻ വിനായക് ശങ്കർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ അന്ന് രാത്രി അച്ഛനുമായി തർക്കമുണ്ടായെന്നും കഥ മാറി. അന്ന് രാത്രി അച്ഛനുമായി തർക്കമുണ്ടായെന്നും സ്വയരക്ഷയ്ക്കായി വടികൊണ്ട് അടിച്ചെന്നും മകൻ മൊഴി മാറ്റിയിട്ടുണ്ട്. മരണ ദിവസം രാത്രി അജിത്തിന്റെ വീട്ടുപരിസരത്ത് ചില കോൺഗ്രസ് നേതാക്കളും ഗുണ്ടാ സംഘങ്ങളും തമ്പടിച്ചിരുന്നതായി അജിത്തിന്റെ അമ്മ രാധാദേവി ആരോപിക്കുന്നു. ഹൃദയാഘാതം മൂലമാണ് അജിത്ത് മരിച്ചതെന്നാണ് ഭാര്യ ബീന നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഇതെല്ലാം തന്നെ ദുരൂഹത കൂട്ടുന്ന സംഭവങ്ങളാണ്. മകൻ വിനായക് ശങ്കർ വടികൊണ്ട് അടിച്ചതായി സമ്മതിച്ചെങ്കിലും ഇതിൽ പുറത്തു നിന്നുള്ളവരുടെ പങ്കിനെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. വിനായക് ശങ്കർ പോലീസിന് രേഖാമൂലം നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു: രാത്രി 8:30 അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുകയും വീണ്ടും മദ്യപിക്കാൻ പോകാനായി അച്ഛൻ വാഹനത്തിന്റെ താക്കോൽ എടുക്കുകയും ചെയ്തു. താക്കോൽ പിടിച്ചു വാങ്ങിയ തന്നെ അച്ഛൻ പിടിച്ചു തള്ളുകയും ടോർച്ച് കൊണ്ട് അടിക്കാൻ വരികയും ചെയ്തു. സ്വയരക്ഷയ്ക്കായി വടിയെടുത്ത് തിരിച്ചടിച്ചു. രാത്രി 12:30 ആത്മഹത്യ ചെയ്യുമെന്ന് അച്ഛൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പിന്നീട് ഞാനത് ഡിലീറ്റ് ചെയ്തു. രാവിലെ 5 അമ്മ വിളിച്ചുണർത്തി. അച്ഛൻ അവശ്യ നിലയിൽ കിടക്കുന്നതായി അറിയിച്ചു. മരണത്തിൽ സംശയമില്ല എന്നായിരുന്നു മൊഴി. അജിത് കുമാറിനെ മകൻ മർദ്ദിക്കുമ്പോൾ ആ വീട്ടിൽ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നുവെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അജിത് കൊല്ലപ്പെട്ട രാത്രിയിൽ വീടിന് പുറത്ത് അസ്വാഭാവികമായ സാഹചര്യത്തിൽ ചില വാഹനങ്ങൾ കണ്ടതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ മകൻ ഒറ്റയ്ക്കല്ല മൃതദേഹം മുറിയിൽ നിന്ന് മാറ്റിയതെന്നും പോലീസും സംശയിക്കുന്നു. അജിത് കൊല്ലപ്പെട്ട മുറിയിലെ ചുവരുകളിലെ രക്തക്കറകൾ മായ്ച്ചു കളയാനാണ് ധൃതി പിടിച്ച് പെയിന്റ് അടിച്ചതെന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ വിലയിരുത്തൽ. മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നതായിട്ടാണ് സൂചന. അജിത് കുമാർ തന്റെ മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ ഫോണിൽ നിർണായകമായ പല തെളിവുകളും ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ വിശ്വസിക്കുന്നു. കൊലപാതക വിവരം അറിഞ്ഞിട്ടും അത് ഹൃദയാഘാതമാണെന്ന് വരുത്തി തീർക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ഒത്താശ ചെയ്തതായും ആരോപണമുണ്ട്. അജിത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ സൈബർ സെല്ലും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ആരുടെയൊക്കെ IP അഡ്രസ്സുകൾ ആ സമയത്ത് ഉപയോഗിക്കപ്പെട്ടു എന്നതും കേസിൽ നിർണായകമാകും. വട്ടപ്പാറ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ തുടർന്ന് ബന്ധുക്കൾ പരാതി നൽകിയതോടെയാണ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറിയത്. മന്ത്രി GR അനിൽ, CPM ജില്ലാ സെക്രട്ടറി V ജോയ് എന്നിവർ അജിത്തിന്റെ വീട് സന്ദർശിച്ച് അച്ഛനും അമ്മയ്ക്കും നീതി ഉറപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്.